നമസ്കാരം. ലയണൽ മെസ്സി അടുത്ത ലോകകപ്പിന് ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സമയമാണ്. എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയായിരുന്നു മെസ്സി 2026 ഫുട്ബോൾ ലോകകപ്പിൽ കളിക്കുമെന്ന പ്രതീക്ഷയോടെ. എന്നാൽ 2026 താൻ കളിക്കാനുണ്ടാകില്ല എന്നുള്ള സൂചനയാണ് അർജന്റീനയുടെ നായകൻ മെസ്സി നൽകുന്നത്. അടുത്ത ലോകകപ്പിൽ താൻ പങ്കെടുക്കുമെന്ന് തോന്നുന്നില്ല മെസ്സി പറയുന്നു. ലോകകപ്പ് വിജയത്തിന് ശേഷം തൻ്റെ കരിയറിൽ തൃപ്തനാണെന്നാണ് മെസ്സിയുടെ ഒരു വിലയിരുത്തൽ. ഭാവിയിൽ എന്താണ് സംഭവിക്കുക എന്ന് തനിക്കറിയില്ല. ലോകകപ്പ് കാണാനായി അമേരിക്കയിലെത്തും. മെസ്സിയുടെ വാക്കുകളാണത്. ഓസ്ട്രേലിയക്കെതിരെ അർജന്റീന സൗഹൃദ മത്സരത്തിന് എത്തുന്നുണ്ട്. അത് ബെയ്ജിങ്ങിലാണ് ആ മത്സരത്തിനെത്തിയപ്പോഴാണ് ഒരു ചൈനീസ് മാധ്യമത്തോട് ലയണൽ മെസ്സി തൻ്റെ ലോകകപ്പ് ഭാവി തുറന്നു പറഞ്ഞത്. അർജന്റീന നായകന് വിരമിക്കാനുള്ള സമയമായോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 5 ലോകകപ്പുകൾ. 2006 ആദ്യ ലോകകപ്പിൽ ലയണൽ മെസ്സി പന്ത് തട്ടുന്നു. പിന്നീട് ഇങ്ങോട്ട് ഓരോ ലോകകപ്പിലും നമ്മൾ കണ്ടു. 2010, 2014, 2018, ഏറ്റവും ഒടുവിൽ 2022 ഖത്തറിൽ വിജയകിരീടം സ്വന്തമാക്കുന്ന നായകനായി മാറി ലയണൽ മെസ്സി എന്ന ഫുട്ബോളിന്റെ മിശിക. ജീവിക്കുന്ന ഫുട്ബോൾ ഇതിഹാസങ്ങൾ അതിൽ ഏറ്റവും മികവുറ്റത് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ: ലയണൽ ആന്ദ്രേ മെസ്സി. ലയണൽ മെസ്സിയുടെ ഏറ്റവും മികച്ച ലോകകപ്പിൽ ഒന്നായി ഖത്തർ മാറുന്നത് അദ്ദേഹം ലോകകപ്പ് നേടിയതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിന് ലോകത്തെ ഏറ്റവും മികച്ച സമ്പൂർണ്ണനായിട്ടുള്ള ഫുട്ബോൾ താരമായി മാറാനുള്ള അവസരം ഖത്തറിലുണ്ടായി എന്നുള്ളതുകൊണ്ടാണ്. ഒരുപക്ഷെ ഈ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ലയണൽ മെസ്സി ഖത്തറിൽ ലോകകപ്പ് ഉയർത്തിയതായിരിക്കും ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്ന മുഹൂർത്തവും. അതും ഫ്രാൻസിനെ പരാജയപ്പെടുത്തി. ഇനി ആര്? അമേരിക്കയിലും കാനഡയിലുമായി 2026 ഒരു ലോകകപ്പ് മത്സരം അരങ്ങുണരുമ്പോൾ അവിടെ ലയണൽ മെസ്സി ഇല്ലെങ്കിൽ അത് ലോകകപ്പിൻ്റെ തന്നെ നഷ്ടമാകും, ഫുട്ബോളിൻ്റെ ലോകമേളയുടെ നഷ്ടമാകും. 26 ലോകകപ്പ് മത്സരങ്ങളിൽ ലയണൽ മെസ്സി പന്ത് തട്ടിയിട്ടുണ്ട്. 5 ലോകകപ്പിലാണ് ഈ 26 മത്സരങ്ങളിൽ ലയണൽ മെസ്സി കളിച്ചത്. ഈ മത്സരങ്ങളിൽ നിന്നെല്ലാം 13 തവണ അർജന്റീനയ്ക്ക് വേണ്ടി വലകുലുക്കി അർജന്റീനയുടെ നായകൻ. 2022 ആദ്യമായി കിരീടത്തിലേക്ക് എത്തുകയും ചെയ്തു. അതിനു മുമ്പ് കിരീടത്തിലേക്ക് നോക്കി നിരാശനായി നിൽക്കുന്ന ലയണൽ മെസ്സിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് ആ നേട്ടങ്ങളെല്ലാം മറികടക്കുന്ന തരത്തിൽ ഏറ്റവും സമ്പൂർണ്ണമായിട്ട് ഫുട്ബോൾ താരമെന്നുള്ള മട്ടിലേക്ക് ലയണൽ മെസ്സി ഉയർന്നത് അത് ഏഷ്യയിലാണ്, ഖത്തറിലാണ്. 19 മത്സരങ്ങളിൽ അർജന്റീനയുടെ നായകനായിരുന്നു. ഫുട്ബോൾ ലോകകപ്പിൽ അർജന്റീനയുടെ ഈ പ്രിയപ്പെട്ട താരം, എക്കാലത്തെ മികച്ച ഫുട്ബോൾ താരം, ഗോഡ്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് ലയണൽ മെസ്സിയെ വിശേഷിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അത്രമാത്രം പ്രിയങ്കരനായിട്ടുള്ള ഈ താരത്തിനായി ലോകം കാത്തിരിക്കുമ്പോൾ, വീണ്ടും ഒരു ഫുട്ബോൾ മത്സരം കാത്തിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. 26 മത്സരങ്ങൾ, 13 ഗോളുകൾ, 8 അസിസ്റ്റുകൾ. നമ്മൾ ഈ വിഷയത്തിൽ ലയണൽ മെസ്സിയുടെ ഭാവി അത് ഇത്രയും നേരത്തെ തീരുമാനമെടുക്കണമായിരുന്നു എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ആ ചോദ്യത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ഒപ്പം നമ്മോടൊപ്പം നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ജോപോൾ അഞ്ചേരി ചേരും. ലെജൻഡറി ഫുട്ബോളർ നമ്മോടൊപ്പം ഈ സമയം ചേരും. കമന്റേറ്റർ, ഫുട്ബോൾ ലോകകപ്പിലും മലയാളത്തിൽ തത്സമയ വിവരണം നൽകിയ ജോപോൾ അഞ്ചേരി ഈ സമയം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജോപോളിലേക്ക് നമ്മൾ എത്തുന്നു. ഒപ്പം പ്രേക്ഷകർക്കും ഈ സമയം പ്രതികരിക്കാം. ഈ ടെലിഫോൺ നമ്പറിൽ വിളിച്ച് പ്രതികരിക്കാവുന്നതാണ്. CK വിനീതിനെയും മുഹമ്മദ് റാഫിയെയും നമ്മൾ ഈ പ്രത്യേക പരിപാടിയിൽ ശ്രമിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ജോയ് എന്നൊരു പ്രേക്ഷകൻ ചവറയിൽ നിന്ന് ഈ സമയം വിളിക്കുന്നു. ജോയ്, ഈ ലയണൽ മെസ്സി തീരുമാനം, നിരാശ, എന്താണ് തോന്നുന്നത്? പുള്ളിയെ ഇനി വേൾഡ് കപ്പിൽ കാണാത്തത് കൊണ്ടൊരു വലിയ വിഷമം പോലെയാണ് തോന്നുന്നത്. അർജന്റീന ഫാനാണോ? ഞാനൊരു അർജന്റീന ഫാനാണ്. എല്ലാ കളികളും, ഒട്ടുമിക്ക കളികളും ഞാൻ പുള്ളിയെ അത്രയും സ്നേഹിച്ച് കളി കാണുന്ന ഒരു വ്യക്തിയാണ്. അല്ല, ലയണൽ മെസ്സിക്കും പ്രായമായില്ലേ, വിരമിക്കണ്ടേ? തീർച്ചയായിട്ടും നമ്മൾ പുതിയ മെസ്സിമാര് വന്നുകൊണ്ടിരിക്കണം. പക്ഷേ പുള്ളിയെ കാണുന്ന ഒരു ഹരമാണ് നമുക്ക് അടുത്ത ലോകകപ്പിൽ കൂടി എന്നതാണ് എന്റെ ഒരു ചെറിയൊരു അഭിപ്രായം. മെസ്സി വേണമായിരുന്നു അമേരിക്കയിൽ നടക്കുന്ന ലോകകപ്പിൽ, അല്ലേ? തീർച്ചയായിട്ടും കാനഡയിലും അമേരിക്കയിലും നടക്കുന്ന വേൾഡ് കപ്പ് പുള്ളി നമുക്കതൊരു വലിയൊരു ഇതായിരിക്കും. പക്ഷെ നമ്മള് ചെറിയ രീതിയിൽ നിരാശപ്പെടുത്തും പുള്ളിയില്ലെങ്കിൽ. പക്ഷേ ഈ പ്രായമേറും തോറും മെസ്സിയുടെ വീര്യം കൂടുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ 4 വർഷം കഴിയുമ്പോൾ അത് ഒരുപാട് പ്രായമായി പോവില്ലേ? 40 കഴിയും. അതൊരു വലിയൊരു ഘടകമാണ്. 2026 എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു 3-3.5 വർഷമുണ്ട്. പക്ഷെ അന്നേരം
അതിൻ്റെതായ ഒരു വീക്ക്നെസ് ഫിസിക്കൽ ബോഡിയിൽ ഉണ്ടാകും പുള്ളിക്ക്. ശരി ജോയ്, ഫൈസൽ വിളിക്കുന്നുണ്ട് പെരിന്തൽമണ്ണയിൽ നിന്ന്. ഫൈസൽ അർജന്റീന ഫാനാണോ മെസ്സി ഫാനാണോ? എന്താണ് മെസ്സിയുടെ തീരുമാനത്തിൽ തോന്നുന്നത്? ഹലോ, ഞാനൊരു അർജന്റീന ആരാധകനും മെസ്സിയുടെ ഒരു ഫാനും ഒക്കെ പാടെയാണ്. ഓക്കെ. പക്ഷെ മെസ്സി ഇല്ലാത്തൊരു കളി എന്ന് പറഞ്ഞാല് നമുക്കൊരു ഉപ്പില്ലാത്തൊരു കഞ്ഞി കുടിക്കുന്നത് പോലെയാണ്. അപ്പൊ അത്രയും ഒരു നഷ്ടം തന്നെയാണ് അർജന്റീനക്ക്. അർജന്റീന മെസ്സി ഇല്ലാതെ ജയിക്കില്ല എന്നുള്ളത് തോന്നലുണ്ടോ? തീർച്ചയായും, അതിലൊരു സംശയമില്ല. അപ്പൊ അർജന്റീന ഫാൻ തന്നെയല്ലേ ശരിക്കും? അതെ, ഫാൻ തന്നെയാണ്. അർജന്റീനക്ക് മെസ്സി ഇല്ലാതൊരു കളിയിൽ കാണാതിരിക്കുന്നതാണ് നല്ലത്. ലയണൽ മെസ്സി ഉണ്ടെങ്കിൽ അർജന്റീന ജയിക്കുമെന്ന് തോന്നുന്നു. പക്ഷെ അർജന്റീനയുടെ ഫാനാണ് തന്നെ അല്ലേ ഫൈസൽ? കൊള്ളാലോ. തീർച്ചയായും അർജന്റീന ജയിക്കുന്നില്ല കാര്യത്തിന് സംശയമല്ല. പക്ഷെ മെസ്സി ഇല്ലാത്തൊരു കളി എന്ന് പറഞ്ഞാൽ കാണാനൊരു താല്പര്യം ഇല്ലാത്ത പോലെയാണ്. ഓക്കെ. മെസ്സിക്ക് പക്ഷെ കളിക്കാൻ കഴിയുമോ ഫൈസലെ ഈ അടുത്ത ലോകകപ്പ്? അത്രയും നീണ്ടുപോയി കഴിഞ്ഞാൽ മെസ്സിയുടെ തീരുമാനം ശരിയായിരിക്കില്ലേ? അത് ശരി തന്നെയാണ്. പക്ഷെ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം മെസ്സി ഇല്ലാത്തൊരു കളി സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതാണ്. പക്ഷെ മെസ്സി ഇല്ലെങ്കിൽ ഒരു അർജന്റീന കളി കാണാൻ തന്നെ താല്പര്യമില്ലാത്ത പോലെ. പക്ഷെ ജയിക്കും അർജന്റീന എന്ന് പറഞ്ഞാൽ ജയമില്ലാത്തൊരു കളി നമ്മൾ ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയില്ല. ഓക്കെ, അങ്ങനെയാണല്ലേ. ശരി ഫൈസൽ, എന്താണേലും വിളിച്ചതിന് നന്ദി. ഫൈസലാണ് വിളിച്ചത് പെരിന്തൽമണ്ണയിൽ നിന്ന്. ഇതുപോലെ ഒരുപാട് ആരാധകർക്ക് ഈ അർജന്റീന നായകൻ ലയണൽ മെസ്സി അടുത്ത ലോകകപ്പിനില്ല എന്നുള്ളത് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ. രേണുക ഒരു പ്രേക്ഷക ടെലിഫോൺ ലൈനിൽ. രേണുക എവിടെ നിന്നാണ് വിളിക്കുന്നത്? എൽദോ, ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വിളിക്കുന്നത്. ഞാൻ എൽദോയുടെ കൂടെ ജോലി ചെയ്യുന്ന രേണുകയാണ്. അതെ, എം.ജി. രേണുകയാണ്. നമ്മുടെ ന്യൂസ് 18 തന്നെ എം.ജി. രേണുകയാണ്. രേണുക അർജന്റീന ഫാനാണോ ലയണൽ മെസ്സി ഫാനാണോ? ഞാൻ ശരിക്കും പറഞ്ഞാല് അർജന്റീന പണ്ട് മുതലേ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ അണ്ണന്മാരൊക്കെ പറഞ്ഞും കേട്ടും അർജന്റീന എന്ന് പറയുന്ന ടീമിനോടാണ് എനിക്ക് ആദ്യം മുതൽ ഇഷ്ടം, കുട്ടിക്കാലം മുതലേ ഇഷ്ടം. പിന്നീട് മെസ്സിയുടെ ഒരു ഫാനായി മാറി. മെസ്സിയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം ലോകകപ്പ് കാണുമായിരുന്നു. അപ്പോൾ ആകെയുള്ള ലോകകപ്പുമായിട്ടോ അല്ലെങ്കിൽ ഫുട്ബോളുമായിട്ടോ എനിക്കുള്ള ഒരു ബന്ധം, ഒരു കണക്ടിങ് എന്ന് പറയുന്നത് മെസ്സി മാത്രമായിരുന്നു. അതുകൊണ്ട് മാത്രം ഈ ലോകകപ്പ് ഭയങ്കര ആസ്വദിച്ച് കാണാനും കപ്പ് നേടണമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വെച്ച് അതിനുവേണ്ടി കാത്തിരിക്കാനും ആ ഓരോ നിമിഷവും ആസ്വദിച്ച് കാണാനും ഒക്കെ പറ്റും. അപ്പൊ മെസ്സി ഇല്ലെങ്കിൽ അടുത്ത ലോകകപ്പും ഞാനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. ഞാനിപ്പോ വിളിച്ചത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പല സ്ഥലത്തും ഈ കട്ടൗട്ട് ഒക്കെ വെക്കുമ്പോ മെസ്സി അവരുടെ പേജിൽ അത് ഷെയർ ചെയ്യൊക്കെ ഉണ്ടല്ലോ. അപ്പം എൽദോടെ ഈ പ്രോഗ്രാം കണ്ടിട്ട് മെസ്സി ഈ തീരുമാനം മാറ്റണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. എനിക്ക് ആകെ പറയാനുള്ള ഒരു അഭ്യർത്ഥന ഇത് മാത്രമാണ്, ഈ മെസ്സിയുടെ തീരുമാനം മാറ്റിച്ചിട്ടേ എൽദോട് ഇറങ്ങാവൂ. രേണുകേന്റെ ആഗ്രഹം കൊള്ളാം. എന്താണെങ്കിലും മെസ്സി സ്പാനിഷ് സംസാരിക്കുള്ളൂ. നോക്കാം, മലയാളം മനസ്സിലാകുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് തുടരാം. ഓക്കെ, അപ്പൊ എന്തായാലും രേണുകനെ നമുക്ക് ഇനി ഓഫീസിൽ കാണാം. രേണുക എത്രയും പെട്ടെന്ന് ഓഫീസിൽ എത്തിച്ചേരുക. ശരി, പ്രേക്ഷകർ ഇതുപോലെ പ്രിയപ്പെട്ട താരത്തിന്റെ വിരമിക്കലല്ല ലോകകപ്പിലില്ല എന്നുള്ള പ്രഖ്യാപനം അത് ഞെട്ടലോടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെയും സൂചിപ്പിച്ചു, നമ്മൾ കായിക വിദഗ്ധരിലേക്ക് എത്തും. എന്താണെങ്കിലും നമുക്ക് CK വിനീത് ഉണ്ട് ടെലിഫോൺ ലൈനിൽ. വിനീത് നമസ്കാരം. ഈ ലയണൽ മെസ്സി ഈ ലോകകപ്പിനില്ല എന്ന് പറഞ്ഞത് കുറച്ച് നേരത്തെ ആയി പോയോ? കാരണം അദ്ദേഹത്തിന് ഒന്നുകൂടി കാത്തിരുന്നു കൂടായിരുന്നോ വിനീത്? ഇല്ല, അദ്ദേഹത്തിന്റെ തീരുമാനമാണല്ലോ. എന്തായാലും ഏതെങ്കിലും ഒരു ദിവസം സംഭവിക്കേണ്ടതാണ്. ലോകകപ്പിനോട് അടുപ്പിച്ച് സംഭവിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇപ്പൊ സംഭവിക്കുന്നതാണല്ലോ. അർജന്റീന ടീമിന് പോലും അതിനുവേണ്ടി പ്രിപ്പയർ ആവാനുള്ള ടൈം ഉണ്ടല്ലോ. നമുക്ക് വിഷമം അവർക്കായിരിക്കില്ല. അവർക്ക് പ്രിപ്പയർ ആവാനുള്ള ടൈമെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. അവർക്കൊരു ടീം, സാധാരണ മെസ്സിനെ ചുറ്റിപ്പറ്റിയാണല്ലോ അർജന്റീന ടീം ഉണ്ടാവുന്നത്. മെസ്സി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റീന ടീമിന് സ്വന്തമായിട്ട് അടുത്ത വേൾഡ് കപ്പിന് വേണ്ടി മെസ്സി ഇല്ലാത്ത രീതിയിൽ പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ നോക്കിയിട്ടായിരിക്കും അദ്ദേഹം ഇപ്പൊ പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഇതൊരു എന്താ പറയാ, എന്തായാലും നടക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നടക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നടന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വിനീതിന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണ്? ലയണൽ മെസ്സിയെ ചുറ്റിപ്പറ്റിയാണ് അർജന്റീനയുടെ നീക്കങ്ങൾ എന്നുള്ളത് ശരി തന്നെ. ഇപ്പോൾ ഈ 2026 ആകുമ്പോൾ സ്വാഭാവികമായും പുതിയ താരോദയങ്ങൾ ഉണ്ടാകും. കൂടുതൽ താരങ്ങൾ വരുന്നുണ്ട് ഓൾറെഡി അർജന്റീനയിൽ പലരും. അപ്പോ ലയണൽ മെസ്സി നിൽക്കണമായിരുന്നോ അതോ ഒരു മെന്റർ എന്ന നിലയിൽ തുടരുകയാണോ നല്ലത്? അല്ല, ഇപ്പം മെസ്സി എന്തായാലും റിട്ടയർ ചെയ്യേണ്ട സമയത്തിലേക്ക് അടുത്തുകൊണ്ട് പോകുന്നു. അടുത്ത വേൾഡ് കപ്പ് എത്തുവോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അത്രത്തോളം അവർ പ്രൊഫഷണൽ ക്ലബ്ബ് പോലെ കളിക്കുമോ എന്നുള്ളത് പോലും നമുക്കിപ്പം തീരുമാനിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇപ്പം റിട്ടയർ ആവുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നല്ല തീരുമാനം എടുത്തിട്ടുണ്ടാവുക. നല്ല സമയത്ത് തന്നെ റിട്ടയർ ചെയ്യാൻ തീരുമാനം. ഫുട്ബോളിന് കനത്ത നഷ്ടമായിരിക്കും. എന്നാൽ പോലും നമുക്ക് ഇതിനു മുന്നേയും പല പ്ലേയേഴ്സ് ഉണ്ടായി ഇങ്ങോട്ട് വരുമ്പോൾ പെലെ, മറഡോണ തൊട്ട് എല്ലാവരും ഒരു ദിവസം കളം ഒഴിയേണ്ട ആൾക്കാരാണ്. അടുത്ത ആൾക്കാർക്ക് വേണ്ടി അത് ഒഴിഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരാണ്. അപ്പൊ മെസ്സി എടുത്ത തീരുമാനം എന്നെ സംബന്ധിച്ചിടത്തോളം നോർമലാണ്. സാധാരണ അവരുടെ കരിയറിൽ സംഭവിക്കാവുന്ന ഒരു കാര്യം മാത്രമാണ്.
ഫുട്ബോളിൽ കനത്ത നഷ്ടമാണെങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി ഇത് നടക്കേണ്ട കാര്യമാണ്. അത് നടന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, വിനീത ഒന്ന് തുടരുക. ഇപ്പോൾ ജോപോൾ അഞ്ചേരി മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ജോപോളേട്ട സ്വാഗതം. ഈ നമ്മൾ ലയണൽ മെസ്സിയുടെ ഫൈനലിലില്ല എന്നുള്ള ആ പ്രഖ്യാപനത്തെ ഇങ്ങനെ നിരാശയോടെയും അപ്പം കൗതുകത്തോടെയും നോക്കി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ജോപോൾ ഈ ലയണൽ മെസ്സി ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നത്? അതും ഇനിയും 3.5 വർഷം കഴിഞ്ഞ് നടക്കുന്ന ഒരു ടൂർണമെന്റിന് താനില്ല എന്ന് പറയുന്നത് ലയണൽ മെസ്സി ഇത്രമാത്രം ചർച്ച ചെയ്യാൻ ഈ ഫുട്ബോൾ ലോകം ഇങ്ങനെ തിടുക്കം കാട്ടാനുള്ള കാരണം എന്തായിരിക്കും? ഇല്ല, എനിക്ക് അതിപ്പോ ഓരോരുത്തരുടെ ഡിസിഷനാണ്. അതായത് ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ ഓൾറെഡി കോപ്പ അമേരിക്കയും അതുപോലെ തന്നെ വേൾഡ് കപ്പും എടുത്തു കഴിഞ്ഞു. അതാണ് അപ്പൊ ഇനി എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഡിസിഷൻ മാറ്റാം. നമ്മൾ എത്രയോ പ്ലേയേഴ്സുകളുടെ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ റൊണാൾഡോ വരെ, അതുപോലെ തന്നെ ഒരുപാട് പ്ലേയേഴ്സുകൾ തിരിച്ചു വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മെസ്സി ഇതിനു മുമ്പ് ഫൈനലിൽ തോറ്റപ്പോ തന്നെ പറഞ്ഞു ഞാൻ അടുത്ത വർഷം വേൾഡ് കപ്പ് കളിക്കില്ല എന്നൊക്കെ. വീണ്ടും എനിക്ക് തോന്നുന്നു അർജന്റീന ജനത മാത്രമല്ല, ലോകമെമ്പാടും വെയിറ്റ് ചെയ്യുന്നത് അടുത്തൊരു വർഷം കൂടി മെസ്സിക്ക് കപ്പ് നേടാൻ കഴിയുമോ എന്നുള്ളതാണ്. കാരണം മറഡോണയ്ക്ക് ശേഷം എല്ലാവരും ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ നോക്കുകയാണെങ്കിൽ അർജന്റീന മെസ്സി തന്നെ, മെസ്സി എപ്പോ കളിക്കും, മെസ്സി എത്ര ഗോളുകൾ അടിക്കും എന്നുള്ളതായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു മെസ്സിയുടെ, അതായത് ഇനി 3.5 വർഷം ബാക്കിയുണ്ട് എന്നിരുന്നാൽ കൂടി എനിക്ക് തോന്നുന്നത് മെസ്സി സാധ്യതകൾ കുറവാണ്. കാരണം ഇനി ആ ഡിസ്നി ചിലപ്പോൾ ഇപ്പൊ ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പൊ ഇന്റർ മിയാമിയിലേക്ക് പോകുന്നു, അതുപോലെയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫുട്ബോൾ കളിക്കാൻ തന്നെ ആയിരിക്കും. കാരണം ഏഷ്യയിൽ കളിക്കുന്നയാളും ബെറ്റർ ആയിട്ട് ഫുട്ബോൾ കളിക്കാൻ കഴിയുമായിരിക്കും. അതുകൊണ്ട് തന്നെയായിരിക്കും അവിടേക്ക് പോയിട്ടുള്ളതും. എന്റെ ഒരു നിഗമനം വെച്ച് എനിക്ക് തോന്നുന്നത് ഡിസിഷൻസ് മാറ്റാൻ സാധ്യതകൾ ഏറെയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ഒരു നിരാശയായ ഒരു ന്യൂസാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. എക്സാക്ട്ലി. ഈ കഴിഞ്ഞ ലോകകപ്പിൽ, ഖത്തർ ലോകകപ്പിന്റെ ഫൈനലിൽ ലയണൽ മെസ്സി ആ കിരീടം ഉയർത്തിയപ്പോൾ നമ്മൾ രണ്ടുപേരും ആയിരുന്നല്ലോ കമന്ററി ബോക്സിൽ. അപ്പോ ഈ കമന്ററി ബോക്സിൽ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിന്നൊരു കാര്യമായിരുന്നു ഈ കിരീട നേട്ടത്തിന് ശേഷം ഞാൻ വിരമിക്കുന്നു എന്ന് ലയണൽ മെസ്സി പ്രഖ്യാപിക്കുമോ എന്നുള്ളത്. പക്ഷെ അന്ന് അദ്ദേഹം ചെയ്തില്ല. അന്ന് ലയണൽ മെസ്സി പ്രഖ്യാപിച്ചില്ല വിരമിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആശ്വാസം കൊണ്ടു, ലയണൽ മെസ്സി തുടരുകയാണല്ലോ എന്നുള്ളത്. പക്ഷേ ഈ ലോകകപ്പിന്റെ നേട്ടത്തിന്റെ ആഘോഷമൊക്കെ കഴിഞ്ഞ് നല്ലൊരു വിരമിക്കൽ അവസരം ഉണ്ടായിരുന്നിട്ടും, ആ ലോകവേദി ഉണ്ടായിരുന്നിട്ടും ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യതയാണ് അല്ലെങ്കിൽ സാഹചര്യമാണ് ഈ എന്താണ് മനസ്സിലാകാതെ പോകുന്നത് ഒരു ആരാധകൻ എന്ന നിലയിൽ. എൽദോ ഇത് നോക്കിക്കാണുന്നത്, കാരണം അത്രയ്ക്കധികം ഫോമിലായിരുന്നു മെസ്സി ആ വേൾഡ് കപ്പ് കളിക്കുന്ന സമയത്ത്. കാരണം ആ ടീമിനെ നയിക്കുന്നതിനും എല്ലാ മാച്ചുകളും എടുത്ത് നോക്കുകയാണെങ്കിൽ മെസ്സിയുടെ ഗോളടികൾ തന്നെ അതിന് ഇമ്പോർട്ടന്റ് തന്നെയായിരുന്നു. ആ ഫോമിൽ നിൽക്കുന്ന ഒരു മെസ്സി പെട്ടെന്ന് ഒരു റിട്ടയർമെന്റ് പ്രഖ്യാപിക്കുമെന്ന് ആരും കരുതുന്നില്ല. കാരണം അത്രയ്ക്കധികം ഫോമിലായിരുന്നു. അർജന്റീന ടീമിനെ നയിച്ചു അവസാനം നിമിഷം വരെ ആ കളിയിൽ, ആ കപ്പ് ഉയർത്തുന്നവരെ കളി നമുക്ക് ആർക്കും മറക്കാൻ സാധിക്കില്ല. കാരണം നേരത്തെ എൽദോ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ രണ്ടുപേരും കമാൻഡറിൽ ഇരുന്ന ആ മെസ്സിയുടെ ആ കപ്പ് ഉയർത്തുന്നതിന് വേണ്ടി എന്നേക്കാളധികം എൽദോ ആണ് ചാരി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എന്തായാലും അത് നേടിയെടുക്കാൻ സാധിച്ചു. മെസ്സിയുടെ കാരിയറിൽ 2 കപ്പുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഒരുപാട് കപ്പുകൾ നേടിയിട്ടുള്ള മെസ്സി രാഷ്ട്രത്തിന് വേണ്ടി 2 കപ്പുകൾ നേടിക്കൊടുക്കുകയാണ്, കോപ്പ അമേരിക്കയും അതുപോലെ തന്നെ വേൾഡ് കപ്പും. പക്ഷെ എനിക്ക് തോന്നുന്നു ആ നേരത്തെ ഇപ്പൊ എൽദോ പറഞ്ഞു, അതായത് എന്തുകൊണ്ട് ആ സമയത്ത് പ്രഖ്യാപിച്ചില്ല. ഒരു ഫോമിൽ നിൽക്കുന്ന ഒരു പ്ലെയർ ആ സമയത്ത് പ്രഖ്യാപിക്കാൻ സാധ്യത കുറവാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ട്രാൻസ്ഫർ പീരീഡിലെ ചെറിയ ചെറിയ ഇൻസിഡൻസ് അത് മെസ്സിയെ ചിലപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കാം. കാരണം ക്ലബ്ബുകളും ബാഴ്സലോണയ്ക്ക് പോകുമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പൊ ഏഷ്യയിൽ കളിക്കാൻ താല്പര്യം എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് ഡൗണിലേക്ക് വന്നിട്ടില്ല മെസ്സി എന്ന് തന്നെ പറയാം. പക്ഷെ പൈസയുണ്ട്, പക്ഷെ എന്നാലും മിയാമിയിൽ കളിക്കുമ്പോൾ കുറച്ചും കൂടി ഫൈറ്റ് ഉള്ള ടീമുകളായിട്ടാണ് കളിക്കുക. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു ഘടകമായിരിക്കും. ഞാൻ ജോപോളിലേക്ക് മടങ്ങിയെത്താം. സി കെ വിനീതിലേക്ക് കൂടി ഒന്ന് പോകട്ടെ. വിനീത്, ഇപ്പോൾ ജോപോൾ സൂചിപ്പിച്ചതുപോലെ ഈ മയാമിയിലേക്ക് പോകുമ്പോൾ ആ ഒരു മികവ് തുടരാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാകാം ലയണൽ മെസ്സിക്ക് എന്ന് കരുതാം. പക്ഷെ അപ്പോഴും ഈ യൂറോപ്യൻ ഫുട്ബോളിന്റെ ഒരു എക്സലൻസോ ബ്രില്യൻസോ വേഗതയോ ആ ഒരു സ്പോർട്ടിംഗ് സ്പിരിറ്റോ ഒന്നും നമുക്ക് അമേരിക്കയിൽ പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ. അതും മറ്റൊരു കാരണമായി തന്നെ കരുതിക്കൂടെ? ഈ യൂറോപ്യൻ ഫുട്ബോളിൽ നിന്ന് മാറി MLS പോകുന്നു. MLS നിൽക്കുമ്പോൾ ഈ രാജ്യാന്തര ഫുട്ബോളിലെ മഹാമേളയായിട്ടുള്ള ലോകകപ്പിന്റെ ആ വേദിയിലേക്ക് നിൽക്കാനുള്ള ഒരു മികവ് തനിക്കുണ്ടാകുമോ എന്നുള്ള സംശയം ലയണൽ മെസ്സിക്ക് ഉണ്ടാകുമോ? ഇല്ല, അങ്ങനെ കാണേണ്ട കാര്യമില്ല. ഇപ്പം ക്രിസ്ത്യാനോ സൗദി അറേബ്യയിലേക്ക് വന്നപ്പോൾ പറഞ്ഞ മാതിരിയാണ്. ഇപ്പൊ അവിടെയുള്ള പ്ലേയേഴ്സ് ഒക്കെ പറയുന്നത് എല്ലാ പ്ലേയേഴ്സും ക്രിസ്ത്യാനോന്റെ ലെവലിലേക്ക് മൂപ്പര് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പോയാലും മെസ്സിയും അത് തന്നെയാണല്ലോ. എല്ലാവരും മെസ്സിയുടെ ലെവലിൽ എത്താനല്ലേ നോക്കുക. നമ്മളിപ്പം ഇവിടെ നമ്മളെ കാര്യം പറയുമ്പോൾ പോലും നമ്മളൊരു ഫോറിൻ പ്ലെയറിനെ കൊണ്ടുവരുന്നത് നമ്മൾ അവരിലേക്ക് എത്തണം എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ. ഇപ്പൊ മെസ്സി ഒക്കെ വരുവാണെങ്കിൽ
ആ ലെവലിലേക്ക് എത്താനല്ല എല്ലാവരും നോക്കും. എല്ലാവരും മെസ്സിനെ വെച്ച് താഴോട്ട് ഇടാൻ വേണ്ടിയിട്ട് ആരും നോക്കൂലല്ലോ. അപ്പൊ മെസ്സി എവിടെ പോയാലും മെസ്സിയുടെ കളി കളിക്കും എന്നുള്ള ഒരു രീതിയിലാണ്, അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. എവിടെ പോയാലും മെസ്സിയുടെ കളി കളിക്കും, അല്ലെങ്കിൽ മെസ്സിയുടെ കാലിബറിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ പറയേണ്ട ആൾക്കാരല്ലല്ലോ. അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തിന്റെ കളി കളിക്കും. അദ്ദേഹത്തിന്റെ എല്ലാം നമ്മൾ എപ്പോ എടുത്താലും മെസ്സിയുടെ സ്റ്റൈലിൽ മാത്രം കളിക്കുന്ന ഒരാളാണ്. എത്ര വലിയ ഇമ്പോർട്ടന്റ് മാച്ച് ആവട്ടെ, അദ്ദേഹത്തിന്റെ സ്റ്റൈലിൽ, അദ്ദേഹത്തിന്റെ സ്പീഡിൽ, അദ്ദേഹത്തിന്റെ രീതിയിൽ മാത്രം കളി. അത് വേൾഡ് കപ്പ് ഫൈനൽ ആയിക്കോട്ടെ, നോർമൽ ഗെയിം, ഫ്രണ്ട്ലികളായിക്കോട്ടെ, എല്ലാം അദ്ദേഹത്തിന്റെ സ്റ്റൈലിൽ, അദ്ദേഹത്തിന്റെ സ്പീഡിൽ കളിക്കുന്നത്. ഇപ്പം ഗാർഡിയോള തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിൽ 90% സമയം ചിലപ്പോൾ മെസ്സി നടക്കുന്നതായിരിക്കും ഒരു മാച്ചിൽ. ആകെയുള്ള 10% ചിലപ്പോൾ ഓടുക, ആ ഒരു 10% മതിയെന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ കളി MLS പോയത് കൊണ്ട് മാത്രം പുറകോട്ടേക്ക് വരും എന്നുള്ള വിശ്വാസം എനിക്കില്ല. അദ്ദേഹം തീരുമാനം എടുക്കേണ്ട ഒരു സമയമായി വരുന്നു, അദ്ദേഹം ഒരു തീരുമാനം എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരി, ഓക്കെ, നന്ദി CK വിനീത് പ്രതികരിച്ചതിന്. ജോപ്പോളിലേക്ക് വീണ്ടും. ജോപ്പോൾ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ കമന്ററി ബോക്സിൽ ഞാൻ ആഘോഷിച്ചു എന്നുള്ളത് ശരിയാണ്, കാരണം ഞാൻ അർജന്റീന ഫാനാണ്. പക്ഷേ ജോപ്പോൾ ഒരു ഇംഗ്ലണ്ട് ഫാൻ ആയതുകൊണ്ടാണ് അത്രയും ആഘോഷമില്ലാതെ പോയത്. എന്താണെങ്കിലും ജോപ്പോൾ ഇപ്പോൾ വിനീത് സൂചിപ്പിച്ചതുപോലെ ഈ ലയണൽ മെസ്സി അത് ആ കളിക്കുന്ന 10 മിനിറ്റ് ആയിക്കോട്ടെ, ആ 10 മിനിറ്റ് മതി അദ്ദേഹത്തിൻ്റെ ഒരു ബ്രില്യൻസ് ആ മാച്ചിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മെസ്സിക്ക് ഒന്നുകൂടി ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും ഒടുവിലത്തെ ലോകകപ്പിൽ മറഡോണ എത്തിയ പോലെ, അല്ലെങ്കിൽ റൊണാൾഡോ എത്തിയതുപോലെ, ഇങ്ങനെയൊക്കെ ലയണൽ മെസ്സിക്ക് 2026 എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അല്പം പരിഹാസ്യ രൂപേണയാണെങ്കിൽ പോലും കടിച്ചു തൂങ്ങി നിൽക്കാമായിരുന്നു. കാരണം മെസ്സിക്ക് അതിനുള്ള ശേഷിയുണ്ട്, അതിനുള്ള ബ്രില്യൻസ് ഉണ്ട്, മികവുണ്ട്. അപ്പോൾ മെസ്സിക്ക് 2026 അത്രമാത്രം അപ്രാപ്യമായിരുന്ന ഒരു ടാർജറ്റ് ആയിരുന്നില്ലല്ലോ. ഇല്ല, ഇതിവിടെ എനിക്ക് ചെറിയൊരു ഇത് വരുന്നുണ്ടായിരുന്നു, ക്ലിയർ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ എൽദോ പറഞ്ഞതുപോലെ തന്നെ 3.5 വർഷം ഇനിയും ബാക്കി കിടക്കുന്നുണ്ട്. പക്ഷെ മെസ്സി വിനീത് നേരത്തെ പറഞ്ഞു, അതായത് എത്ര ടൈമോ കളിക്കുന്നേ, ആ കളിക്കുന്ന ടൈം ഡേഞ്ചറസ് ആണ് മെസ്സി. കാരണം എനിക്ക് വളരെ നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കൊണ്ട് അധികം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പോയിട്ടില്ല. കാരണം നല്ല വിജയങ്ങൾ ഉണ്ടായതിനു ശേഷം മാത്രമായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ആയി പോയിട്ടുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ മത്സരങ്ങളിൽ ഇപ്പൊ MLS കളിക്കാൻ പോയാലും അവിടെയും നമുക്കറിയാം ഈ ലാറ്റിൻ അമേരിക്കൻ നോർത്ത് അമേരിക്കൻ തമ്മിലുള്ള അധികം വ്യത്യാസങ്ങളൊന്നും ഇല്ല. പക്ഷെ അവിടെയും ആ കളി കളിച്ചുകൊണ്ടിരിക്കണം മെസ്സിക്ക് എന്തായാലും അടുത്ത വേൾഡ് കപ്പ് കളിക്കാൻ സാധ്യതകൾ ഏറെയാണ്. ഞാൻ ഇപ്പോഴും ഒരു ഡൗട്ട്ഫുള്ളിലാണ് എൽദോ. കാരണം മെസ്സി ഒരു തീരുമാനം എടുത്തു. ഞാൻ നേരത്തെ എനിക്ക് വിചാരിക്കുന്നത് ഈ നമ്മുടെ ക്ലബ് ട്രാൻസ്ഫർ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത ഞാൻ ഒരു ലോഡ് എടുക്കാതിരിക്കാൻ ക്ലബുകളിൽ കളിച്ച് നടക്കാനായിരിക്കാം. എന്നാൽ എന്നിരുന്നാൽ കൂടെയും അർജന്റീനൻ ജനത മെസ്സിക്ക് അടുത്ത വേൾഡ് കപ്പ് കൂടി കളിച്ചിട്ട് വിടൂ. അത് തന്നെയാണ് എന്റെ മനസ്സിലൊരു കണക്കുകൂട്ടൽ. അർജന്റീനക്കാർ എങ്കിലും ലയണൽ മെസ്സിയുടെ ആ വരവ്, അർജന്റീനയുടെ ടീമിൽ ലയണൽ മെസ്സി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കും. ജോപ്പോൾ പറഞ്ഞത് പൊന്നാകട്ടെ എന്ന് ആശംസിക്കാനാണ് ഒരു മെസ്സി ഫാൻ എന്ന നിലയിൽ എനിക്ക് കരുതാൻ കഴിയൂ. കാരണം ഇനി ലയണൽ മെസ്സി നേരത്തെ ഒരു വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയ ശേഷം മടങ്ങിയെത്തിയാണ് ഖത്തറിൽ ആ പൊന്നിൻ കിരീടത്തിൽ ഇങ്ങനെ ചുംബിച്ച് നിന്നത്. അതുപോലുള്ള ഒരു നിമിഷത്തിനായി ഇനിയും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു, ഇനിയും അങ്ങനെ കാണണമെന്നും ആഗ്രഹിക്കുന്നു. ജോപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക്, ഈ ക്ലബ് ട്രാൻസ്ഫർ അത് ലയണൽ മെസ്സിയുടെ കരിയറിൽ അത് നിർണായകമാവുകയാണ്. ഒരുപക്ഷെ ഈ ബാഴ്സലോണയിലേക്ക് മടങ്ങിയെത്താനൊക്കെ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ പല സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും അത് നടന്നില്ല. അപ്പോൾ ലയണൽ മെസ്സിക്ക് യൂറോപ്യൻ ഫുട്ബോളിൽ കളിക്കുന്നതായിരുന്നില്ലേ അല്പം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടാണെങ്കിൽ പോലും, അതോ ഇനി ഞാൻ റിട്ടയർ ചെയ്യേണ്ട സമയമായി, വിരമിക്കാനുള്ള സമയമായി, മെല്ലെ മെല്ലെ 40ലേക്ക് അടുക്കുന്നു എന്നുള്ളൊരു തോന്നൽ മെസ്സിക്കുണ്ടോ? അത് ആ ശരീരത്തെ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും മെസ്സിയുടെ കളിയിൽ അങ്ങനെ ഒരു കുറവ് നമുക്ക് കണ്ടിട്ടില്ല. കാരണം ട്രാൻസ്ഫർ പീരീഡിൽ എവിടെയാണ് ബെറ്റർ ഓപ്ഷൻസ്? കാരണം പൈസ മാത്രമല്ല നോക്കുന്നത്. ഇപ്പൊ പൈസ നോക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും അധികം പൈസ ഓഫർ ചെയ്തത് സൗദി ക്ലബ്ബാണ്. പക്ഷെ മെസ്സിക്ക് അങ്ങോട്ട് വേണമെങ്കിൽ പോകാൻ പറ്റും, കാരണം ഫ്രീ ട്രാൻസ്ഫർ ആണ്. അതുപോലെ ബാഴ്സലോണ നമ്മൾ പറയാ ഒരു പെറ്റ് ടീമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അതായത് മെസ്സിയുടെ സ്വന്തം ടീം, ആ ടീമിന് വരെ സൈൻ ചെയ്യാതെ മയാമിയിലേക്ക് പോകുന്നെന്ന് പറയുമ്പോൾ അപ്പൊ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് കണ്ടിരിക്കാം. കാരണം അവിടെ എവിടെയും പൈസയ്ക്ക് വേണ്ടിയല്ല, പക്ഷെ എന്റെ ഗെയിം എങ്ങനെ എനിക്ക് പോളിഷ് ചെയ്ത് നിർത്താം. അതെ, ഞാൻ നേരത്തെ ലാറ്റിൻ അമേരിക്കൻ കളികൾ നമ്മൾ കണ്ടത്, ലാറ്റിൻ അമേരിക്കൻ ടീമിന്റെ പ്ലെയറാണ് മെസ്സി. പക്ഷെ യൂറോപ്പിൽ വന്ന് കളിക്കുന്നു. ആ ഒരു കോമ്പറ്റീറ്റീവ് മാച്ചസ് ചിലപ്പോൾ ഏഷ്യയിൽ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെയായിരിക്കാം ചിലപ്പോൾ മയാമിയിലേക്ക് പോയതും ആ ഒരു ഡിസിഷൻ എടുക്കാൻ കാരണം വേൾഡ് കപ്പും ഒരു കാഴ്ച നേരത്തെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ വിരമിക്കുക എന്നുള്ളത്. പക്ഷെ മനസ്സിൽ പകുതി മൈൻഡോടെ ആയിരിക്കും ചിലപ്പോൾ മെസ്സി ഇത് പറഞ്ഞിട്ടുണ്ടാവും. ഒരിക്കൽ കൂടി പൊന്നാവട്ടെ. എന്നാലും ഹനീഫ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ജോപ്പോളിലേക്ക് മടങ്ങിയെത്താൻ. ജോപ്പോളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഹനീഫയ്ക്ക് എന്താണ് പറയാനുള്ളത് മെസ്സിയുടെ കാര്യത്തിൽ?
മെസ്സി ഇപ്പോ എടുത്ത തീരുമാനം നല്ലൊരു തീരുമാനമാണ് എന്റെ ഒരു അഭിപ്രായം. അതെന്താണ് എന്താ വെച്ചാല് ഇപ്പോ ഖത്തർ വേൾഡ് കപ്പ് നേടി, പിന്നെ ഇനി അർജന്റീനന്റെ കോച്ചായിട്ട് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ എടുത്ത തീരുമാനം നല്ലൊരു തീരുമാനമാണ് എന്നാണ് എന്റെ അഭിപ്രായം. അതൊക്കെയാണ്. പക്ഷെ മെസ്സിക്ക് ഇപ്പോഴേ കോച്ചാണോ? ഒരു അടുത്ത ഒരു രണ്ടാമത്തെ ലോകകപ്പ് ആയിട്ട് നോക്കിയാൽ പോരെ? 2026 കോച്ചാകണോ? കളിക്കാരായി നിലനിന്നൂടെ? അല്ല, മെസ്സി ഇനി 3.5 വർഷം ഉണ്ടല്ലോ ഇനി അടുത്ത വേൾഡ് കപ്പ് വരണമെങ്കിൽ. അതെ. അപ്പോത്തിന് ഏജ് കുറെ കൂടുമല്ലോ മെസ്സിക്ക്. അപ്പൊ അതുകൊണ്ട് മെസ്സി ഇനി മറഡോണൊക്കെ വന്ന മാതിരി കോച്ചായി വരണം എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഞാൻ ജോപ്പോളിനോട് ചോദിക്കാം. ജോപ്പോൾ, ഈ കോച്ചായി ലയണൽ മെസ്സി വരുന്ന ഒരു സീൻ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും അവസ്ഥ? അത് ഓരോ പ്ലേയേഴ്സിന്റെ ഒരു കാഴ്ചപ്പാടാണ്. കാരണം ഇപ്പൊ മെസ്സി വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഒരുപാട് പ്ലേയേഴ്സിൽ ഇപ്പൊ വന്നിട്ടുണ്ട്. ജെറാഡ് വന്നേക്കണു, അതുപോലെ വിയേര വന്നേക്കണു, അതുപോലെ അത് ഒരുപാട് പ്ലേയേഴ്സുകൾ. അതായത് അത്രയ്ക്കകത്ത് രാഷ്ട്രത്തിന് വേണ്ടി ക്ലബ് ലെവലിലും ഒരുപാട് കളികൾ കളിച്ചിട്ടുള്ള കോച്ചുമാരായിട്ടാണ് ഇവരൊക്കെ വന്നിട്ടുള്ളത്. ചിലപ്പോൾ മെസ്സിയും അതുപോലെ 2-3 വർഷത്തിന് ശേഷം ചിലപ്പോൾ മെസ്സിയും ഒരു കോച്ചായി മാറി വരാം. കാരണം ഇവൻ നമുക്ക് മറഡോണ തന്നെ നോക്കാം. അതായത് ഒരിക്കലും കോച്ചാവാൻ ആവില്ല എന്ന് വിചാരിച്ചൊരു പ്ലെയറാണ് പെട്ടെന്ന് ഒരു കോച്ചായി മാറുന്നത്. പക്ഷെ ചില സമയത്തുള്ള ഡിസിഷൻസ് ആണ് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ്. കാരണം മെസ്സിയുടെ കാഴ്ചപ്പാട്, ഇപ്പൊ നമ്മൾ റൊണാൾഡോയെ കുറിച്ച് നേരത്തെ കേട്ടു, എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്, ഐ വാണ്ട് ടു ബി ബിസിനസ് മാൻ. ചിലപ്പോൾ അതോടുകൂടി ഞാൻ ചിലപ്പോൾ സ്പോർട്സ് അതായത് ഫുട്ബോളിനോട് ചേർന്ന് കൂടെ നിൽക്കുമെന്ന് വരെ പറഞ്ഞു. ബിസിനസ് ഉണ്ട്, അതുപോലെ തന്നെയായിരിക്കും മെസ്സി. ഇന്ന് പൈസയ്ക്ക് ഒരു കുറവില്ലാത്തതാണ്. പക്ഷെ മെസ്സിയുടെ ഇൻട്രസ്റ്റ് എന്താണ് അത് ഇതുവരെ നമുക്കറിയില്ല. മെസ്സി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ. പക്ഷെ അതാണ് ആ പ്ലെയർക്ക് ഇനിയും കളിക്കാനുള്ള ഒരുപാട് വർഷങ്ങളുണ്ട്. അതിനുശേഷം മെസ്സി തീരുമാനിക്കും ഞാൻ ഏത് ടീമിന്റെ കോച്ചായിരിക്കാം. പറയാൻ പറ്റില്ല, ചിലപ്പോൾ സ്കലോണിയുടെ അസിസ്റ്റന്റ് ആയി ചിലപ്പോൾ വരാൻ വരെ സാധ്യതയുണ്ട് അർജന്റീന ടീമിന്റെ. അപ്പൊ അതാണ് സമയമാകുമ്പോൾ മെസ്സി ചിലപ്പോൾ അത് തുറന്നടിക്കാൻ സാധ്യതകൾ ഏറെയാണ്. ശരി, ഇനി നമ്മൾ ഇത്ര സംസാരിച്ച പോലെ ഈ മെസ്സിയുടെ കാര്യത്തിൽ ഓക്കെ, മെസ്സി തീരുമാനിക്കട്ടെ. ഇനി അർജന്റീന ആരാധകരുടെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, ഈ മെസ്സി ഇല്ലാത്ത അർജന്റീന ടീം. ഒരുപാട് യങ് പ്ലേയേഴ്സ് വരുന്നുണ്ട്, ഗംഭീരമാക്കുന്നുണ്ട്. ഇപ്പോൾ ലോത്താരയൊക്കെ മനോഹരമായി കളിച്ചു, എൻസോ, എല്ലാവരും ഗംഭീരമായിരുന്നു ഖത്തർ ലോകകപ്പിൽ. അർജന്റീനയ്ക്ക് ഒരു ലയണൽ മെസ്സിയുടെ വിടവിനെ നികത്തിക്കൊണ്ട് വരാൻ കഴിയുമോ ഈ 3.5 വർഷം കൊണ്ട് അടുത്ത ലോകകപ്പിലേക്ക്? മെസ്സിയുടെ ആ ഒരു പവറും നായകത്വവും ഇനി ചിലപ്പോൾ വരുന്ന പ്ലേയേഴ്സുകൾക്ക് ചിലപ്പോൾ ഉണ്ടാകാം. കാരണം നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ മാച്ചുകളിൽ തന്നെ നോക്കാം, ഓട്ടോമണ്ടിയുടെ കഴിവുകളാണ്. ഡിഫൻസ് ലൈനിലെ ഓട്ടോമണ്ടി കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിങ്, അതുപോലെ തന്നെ ലീഡർഷിപ്പ്. മെസ്സി ക്യാപ്റ്റനായിരുന്നാലും ബാക്ക് ലൈനിലെ ലീഡർഷിപ്പ് ആരാണ് നടത്തിയത്? അവിടെയാണ്, ലീഡർഷിപ്പിലാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ അതുപോലെ മെസ്സിയുടെ ആ കാലിബർ നമുക്കറിയാം, ഇൻഡിവിജ്വൽ. അതായത് ഒരു ഗെയിമിനെ എങ്ങനെ മാറ്റി മറിച്ച് കൊണ്ടുവരാം, വൺ മാൻ ഷോ. അതായത് അത്ര ബ്രില്യൻസ് ആണ്. അത്രയ്ക്ക് ഒരു ബ്രില്യൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സുകൾ അവരോട് കൂടെ ചേർന്ന്, മെസ്സിയോട് കൂടെ ചേർന്ന് മറ്റുള്ള പ്ലേയേഴ്സ്, ഇപ്പൊ എൽദോ പറഞ്ഞതുപോലെ എൻഷ ആകട്ടെ, അതുപോലെ തന്നെ മാർട്ടിനസ് ആകട്ടെ, അതുപോലെ തന്നെ മറ്റുള്ള പ്ലേയേഴ്സ് നോക്കാം, ഫുൾ ബാക്സ് ആയാലും ഹാഫ് ബാക്സ് ആയാലും സ്ട്രൈക്കിങ്ങിലേക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു മെസ്സി കളിക്കുന്നില്ലെങ്കിലും അർജന്റീന ടീമിന്റെ ആ ഒരു ലെവൽ ഒരിക്കലും താഴോട്ട് പോകാൻ സാധ്യതകളില്ല. അവരെപ്പോഴും ആ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധ്യതകൾ ഏറെയാണ്. ഒരിക്കലും നമ്മൾ പറയും ഒരു പ്ലെയറെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ടീം നടക്കില്ല. പക്ഷെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മൾ അർജന്റീന ടീമിനെ നോക്കുകയാണെങ്കിൽ മെസ്സിയുടെ നായകത്വം തന്നെയാണ് ശരിക്കും ടീമിനെ ഒരു ലെവലിൽ വരെ എത്തിച്ചിട്ടുള്ളത്. മെസ്സിക്ക് വേണ്ടി കളിക്കുന്ന ഒരു സംഘമായിരുന്നു ഖത്തറിൽ. മെസ്സിക്ക് വേണ്ടി കിരീടം നേടണമെന്ന് ആഗ്രഹിച്ച ഒരു 11 പേരായിരുന്നു ആ കളത്തിൽ നിന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്നാലും വളരെ നന്ദി ജോപ്പോൾ ഈ സമയം നമ്മോടൊപ്പം ചേർന്നതിന്, പ്രതികരിച്ചതിന്. ജോപ്പോൾ പറഞ്ഞതുപോലെ നേരത്തെ പ്രേക്ഷക എന്ന നിലയിൽ MG രേണുക പറഞ്ഞതുപോലെ നമ്മൾ ഈ സംസാരം കേട്ടിട്ടെങ്കിലും ലയണൽ മെസ്സി തൻ്റെ തീരുമാനമൊന്ന് പുനഃപരിശോധിക്കാൻ കഴിയുമോ എന്ന് വളരെ പ്രാർത്ഥനയോടെ ആഗ്രഹിക്കുന്നു. ലയണൽ മെസ്സിയെ കാണാനുള്ള ആഗ്രഹം അത് എൻ്റെയോ ജോപ്പോളിൻ്റെയോ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരുടേതാണ്. അർജന്റീന ആരാധകരുടെ മാത്രമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്താണെങ്കിലും മെസ്സി ഇല്ലാത്ത ലോകകപ്പോ ഈ പ്രത്യേക പരിപാടിയോടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.